കൊണ്ട് ഈ കുട്ടിയെ ക്ഷണിക്കാൻ സെയ്ദിന്റെ പിതാവ് കടന്നു വരുന്നു. സെയ്ദിന്റെ പിതാവ് കടന്നു വന്നുകൊണ്ട് പറയുന്നു, സെയ്ദേ, നീ എന്റെ കൂടെ വരുമോ മോനെ? ഞാൻ നിന്റെ പിതാവ്, നിന്റെ മാതാവ് നിന്നെ കാത്തിരിക്കുന്നു സെയ്ദേ. ഉടൻ തന്നെ സെയ്ദ് നബിയുടെ മുഖത്തേക്ക് നോക്കി. സെയ്ദ് നബിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ സെയ്ദിന്റെ പിതാവ് നബിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു, അവൻ എന്റെ കൂടെ വന്നുകൊള്ളട്ടെയോ യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം? സെയ്ദിനെ എന്റെ കൂടെ വരാൻ അനുവദിക്കുമോ യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം? പരിശുദ്ധ നബി മറുപടി നൽകി, സെയ്ദിന്റെ ഇഷ്ടം പോലെ തീരുമാനിച്ചു കൊള്ളട്ടെ, സെയ്ദിന്റെ ഇഷ്ടം എങ്ങനെയോ അത് പ്രവർത്തിച്ചു കൊള്ളട്ടെ. സെയ്ദിന് ഇഷ്ടം എന്റെ കൂടെയെങ്കിൽ ഇവിടെ, സെയ്ദ് പിതാവിന്റെ കൂടെ പോകുന്നുവെങ്കിൽ അങ്ങനെ. സെയ്ദ് റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ ചോദിക്കുന്നു, സെയ്ദേ, നീ തീരുമാനിക്കുക. ഈ കുഞ്ഞ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പിതാവിനോട് പറയുന്നു, പിതാവേ, അങ്ങയോടൊപ്പം വരാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. നിങ്ങൾ എന്റെ പിതാവ്, കുടുംബത്തിലേക്ക് വരാൻ എനിക്ക് മോഹമുണ്ട്. പക്ഷേ പ്രശ്നം എന്തെന്നറിയുമോ? ഈ മുഖത്ത് ഞാനൊരു വെളിച്ചം കാണുന്നു, ഈ പരിശുദ്ധ നബിയുടെ മുഖത്ത് ഞാനൊരു പ്രകാശം കാണുന്നു. ആ വെളിച്ചത്തോട് വിട പറയാൻ നിവൃത്തിയില്ല പിതാവേ. ആ വെളിച്ചത്തെ വിട്ടുകൊണ്ട് നിങ്ങളെ കൂടെ കഴിയാൻ എനിക്ക് സാധിക്കില്ല. ആ വെളിച്ചത്തോട് വിട പറഞ്ഞാൽ എന്റെ ജീവിതത്തിന് ആനന്ദമില്ല. അടിമയെപ്പോലെ കഴിഞ്ഞ ഒരു കുഞ്ഞിന് ഈ വെളിച്ചം നൽകിയ പരിശുദ്ധ പ്രവാചക തിരുവേനി മുഹമ്മദ് മുസ്തഫ. മനുഷ്യസ്നേഹത്തിന്റെ ഗാഥകൾ പാടാൻ, മനുഷ്യസ്നേഹത്തിന്റെ ഇതിഹാസങ്ങൾ തീർക്കാൻ, മനുഷ്യസ്നേഹത്തിന്റെ മാർഗങ്ങൾ ഈ ലോകത്ത് കൂടുതൽ പണിയാൻ സെയ്ദിന്റെ ഭാഷയിൽ ഒരു പക്ഷേ നമുക്ക് പറയാൻ സാധിക്കും, ധനമല്ല എനിക്ക് വലുത്, സാമ്പത്തികമല്ല എനിക്ക് വലുത്, കുടുംബത്തോട് കൂടെ കഴിയുന്നതുമല്ല എനിക്ക് വലുത്. ഹം ഫക്കീറോം കോ മദീനെ കി ഗലി അച്ഛി ലഗി. പാവങ്ങളായ ഞങ്ങൾക്ക് പരിശുദ്ധ നബിയുടെ പട്ടണത്തിന്റെ തെരുവുകൾ മദീനയുടെ തെരുവുകളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നാസ് കർതു എ ഹലീമ സർവറെ കൗനൈൻ പർ. എ ഹലീമ, നീ ഇരുലോകങ്ങളുടെ ചക്രവർത്തിയുടെ കാര്യത്തിൽ അഭിമാനം കൊള്ളുക. ഇരുലോകങ്ങളുടെ ചക്രവർത്തിയുടെ കാര്യത്തിൽ ഈ ലോകത്ത് പണമല്ല വലുത്, പ്രഭാവമല്ല വലുത്, രാജാധിപത്യമല്ല വലുത്. ഏ ഹലീമ, നിന്റെ കുടിലാണ് ഞങ്ങൾക്ക് കൊട്ടാരത്തേക്കാൾ വലുതായി തോന്നുന്നത്. കാരണം നിന്റെ കുടിലാണ് ഈ ലോകരക്ഷകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമ ജീവിച്ചത്. അവിടുത്തെ ഹലീമ നിങ്ങളാണ് മുലയൂട്ടിയത്. സർവറെ കൗനോ രഖ് ദിയാ സർക്കാർ കെ ഖദമോ പെ സുൽത്താനോ നസർ. സർവറെ കൗനോ മകാന് സാദഗി അച്ഛി ലഗി. രാജാക്കന്മാര് കൊണ്ടുപോയിട്ട് ഈ നബിയുടെ മുമ്പിൽ ശിരസ് വെച്ചു. എന്തുകൊണ്ടാണ് ശിരസ് വെച്ചതെന്നറിയുമോ? ഈ പരിശുദ്ധ നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലാളിത്യം ഈ രാജാക്കന്മാർക്ക് പോലും ഏറ്റവും ഇഷ്ടപ്പെട്ടതായി. ആരംഭമേകാൻ സാധിക്കണം. യുദ്ധക്കളത്തിൽ കുഞ്ഞുങ്ങൾ മരണപ്പെട്ടുവെന്ന് കേൾക്കുമ്പോൾ, ഇന്ന് ആരെങ്കിലും മരണപ്പെട്ടുവെന്ന് കേൾക്കുമ്പോൾ ഒരു കണ്ണുനീർ തുള്ളി പോലും വീഴ്ത്താൻ ആളുകൾക്ക് സാധിക്കുന്നില്ല. വെട്ടിക്കൊല നടക്കുന്നു, കൂട്ടക്കൊല നടക്കുന്നു, ഉറങ്ങുന്നവനെ കൊല്ലുന്നു, വിശ്രമിക്കുന്നവനെ കൊല്ലുന്നു. അമ്മയുടെ മുമ്പിൽ വെച്ച്, മാതാവിന്റെ മുമ്പിൽ വെച്ച് മകനെ, വിളമ്പി വെച്ച ഭക്ഷണത്തിന്റെ മുമ്പിൽ വെച്ച് അന്നം കഴിക്കാൻ പോകുന്നവനെ, ഓമന മക്കളുടെ മുമ്പിൽ വെച്ച് പിതാവിനെ, സ്കൂളിൽ കുട്ടികളുടെ മുമ്പിൽ ക്ലാസ് മുറിയിൽ വെച്ച് അധ്യാപകനെ, അങ്ങനെയുള്ള കൊലപാതകങ്ങൾ അരങ്ങേറുന്ന ഈ ലോകത്ത് യുദ്ധക്കളത്തിൽ കുട്ടികൾ കൊല ചെയ്യപ്പെട്ടുവെന്ന് കേട്ടപ്പോൾ വിതുമ്പിക്കരഞ്ഞ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ കുട്ടികൾ നബിയുടെ മതത്തിലോ സമുദായത്തിലോ പെട്ടവരല്ല, മറ്റൊരു മതസമുദായത്തിൽ പെട്ടവരാണെന്ന് വന്ന ആള് വിവരമറിയിച്ചപ്പോൾ ആ വിതുമ്പിക്കരത്തിൽ ഒന്നുകൂടി ശക്തിപ്പെട്ട്, ഓമന മക്കൾക്ക് എന്ത് മതം, ഓമന മക്കൾ ഏത് മതത്തിൽപ്പെട്ടവരും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയിലല്ലയോ എന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ ആ പരിശുദ്ധ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. ആജ് महफिल में नया जीनात मैंने जो पढ़ी, आज महफिल में नया जीनात मैंने जो पढ़ी, ആശിഖാനെ മുസ്തഫ കോ ബഡി അച്ഛി ലഗി. ഇന്ന് ഈ സദസ്സിൽ ചൊല്ലിയ കവിത, കവി പറയുകയാണ്, ആജ്, ഇന്ന്
आज महफिल में नया जीनात मैंने जो पढ़ी. ഇന്ന് ഈ മഹത്തായ സദസ്സിൽ പരിശുദ്ധ നബിയെ കുറിച്ച് പാടിയ ഒരു കവിത കവി പറയുകയാണ്. ഇവിടെ ഒരു കവിത പാടിപ്പോയി. ആ കവിത കേട്ടിട്ട് എഴുതിയതല്ല ഈ കവിത. ഇത് ഈ സദസ്സിനോട് എങ്ങനെയോ യാദൃശ്ചികമായിട്ടൊരു അനുഗ്രഹം പോലെ ഇഴുകിച്ചേർന്നതാണ്. ആജ് മെഹഫിൽ മേ നയാ സീനാത്ത് മേനെ ജോ പഠി ആശിഖാനെ മുസ്തഫ കോ ബഡി അച്ഛി ലഗി. അത് മുസ്തഫാനെ സ്നേഹിക്കുന്നവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെ ചൊല്ലിയ കവിതയും മുസ്തഫാനെ സ്നേഹിക്കുന്നവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുമ്പൊരു കവി പാടിയതാണ്. ഈ കവി സദസ്സിൽ മുസ്തഫാനെ കുറിച്ച് പാടിയ പാട്ട്, മുസ്തഫാനെ കുറിച്ച് അവതരിപ്പിക്കപ്പെട്ട കവിത. അത് ആശിഖാനെ മുസ്തഫ കോ ബഡി അച്ഛി ലഗി. അത് നബിയെ സ്നേഹിക്കുന്നവർക്ക് അങ്ങേയറ്റം ഇഷ്ടമായി പോയി. സല്ലല്ലാഹു അലൈഹി വസല്ലം. അനുഗ്രഹത്തിന്റെ ഈ പേമാരി, ആ അനുഗ്രഹത്തിന്റെ പേമാരിയിലേക്ക് ആളുകൾ അനുഗ്രഹത്തിന്റെ കൂടെ നടന്നു വരുമ്പോ സർവശക്തനെ ഓർക്കാൻ, സർവജ്ഞനെ ഓർക്കാൻ പ്രവാചകന്റെ സദസ്സായതുകൊണ്ടാണ് ഇവിടെ ഈ അച്ചടക്കം. ഈ പ്രവാചകനെ സ്നേഹിക്കുന്നവരുടെ സദസ്സായതുകൊണ്ടാണ് ഈ സ്നേഹം. പ്രവാചകൻ സ്നേഹമാണ്, മുഹബ്ബത്താണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അല്ലാഹുവേ, ആ നബിയുടെ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഞങ്ങളുടെ മനസ്സുകളെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ തമ്പുരാനെ. സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്ന ഈ ലോകത്ത് സ്നേഹത്തിന്റെ സന്ദേശമാകാൻ അവസരം നൽകണമേ തമ്പുരാനെ. സാഹോദര്യത്തിന്റെ നാവായി തീരുക, സാഹോദര്യത്തിന്റെ നാവായി തീരുക. അതോടൊപ്പം ഏറ്റവും വലിയ സ്നേഹത്തിന്റെ മൊഴിയായി തീരുക. ആ സ്നേഹത്തിന്റെ മൊഴി കേൾക്കാൻ വന്ന ബഹുമാനപ്പെട്ട അതിഥികളെ, നിങ്ങൾ സഹോദരങ്ങളെ, ഇന്നത്തെ രാത്രി വല്ലാത്ത രാത്രിയാണ്. ഈ രാത്രി നിങ്ങൾ മറക്കരുത്. ഞാൻ ഈ രാത്രി മറക്കില്ല, നിങ്ങളും ഈ രാത്രി മറക്കരുത്. ആലോചിച്ചു നോക്കൂ, ഒന്ന് സദസ്സിലേക്ക് നോക്കൂ. എത്രയെത്ര സഹോദരങ്ങൾ, എത്രയെത്ര സഹോദരിമാർ. ഒരുപക്ഷെ പരിശുദ്ധ ഹറമ് കഴിഞ്ഞാൽ അല്ലാഹുവെ ഓർക്കുന്ന ഇത്ര വലിയ ഒരു സദസ്സ്, അവന്റെ നബിയുടെ മേൽ ഇത്രയേറെ സ്വലാത്ത് ചൊല്ലുന്ന ഒരു സദസ്സ് വേറെയുണ്ടോ? സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ സഹായങ്ങളും തേടുന്നവർക്ക് സഹായം നൽകുന്ന തമ്പുരാനെ, അല്ലാഹുവേ, നീ തന്നെ ആലംബം. എല്ലാറ്റിന്റെ മുമ്പിലും നീയാണ് തമ്പുരാനെ, എല്ലാറ്റിന്റെ പിറകിലും നീയാണ് തമ്പുരാനെ. അല്ലാഹു ഖബ്ല കുല്ലി ഷൈഇൻ, അല്ലാഹു ബഅദ കുല്ലി ഷൈഇൻ. എല്ലാ കാര്യത്തിന്റെയും മുമ്പിലും അല്ലാഹുവാണ്, എല്ലാ കാര്യത്തിന്റെ പിന്നിലും അല്ലാഹുവാണ്. വിധി കൂട്ടുന്നവൻ അവനാണ്. അവന്റെ കയ്യിലല്ലയോ ഖദറിന്റെ ചരട്, അവനല്ലയോ അയച്ചു വിട്ടത്, അവനല്ലയോ ജനിപ്പിച്ചത്. ഇന്ന നാട്ടിൽ ഇന്ന ഭാഷ സംസാരിച്ചുകൊണ്ട്, ഇന്ന മാതാപിതാക്കൾക്ക് മകനായി മകളായി, ഇന്ന കുടുംബത്തിൽ ഇന്ന കൊല്ലത്തിലെ മാസത്തിലെ ഡേറ്റിൽ തീയതിയിൽ ദിവസത്തിൽ നീ പറക്കണമെന്ന് തീരുമാനിച്ച് ഈ ഭൂമുഖത്തെ കയച്ചതവനാണ്. ഇനി എത്ര കൊല്ലം ജീവിക്കണമെന്ന് തീരുമാനിച്ചതും അവനാണ്. അതുകൊണ്ട് പരിശുദ്ധനായ അല്ലാഹുവേ, ഞങ്ങളെ സ്വീകരിക്കണമേ തമ്പുരാനെ. ഈ ആമീൻ എവിടുന്ന് തിരസ്കരിക്കപ്പെടാൻ? ഇത്രയേറെ സഹോദരങ്ങളുടെ, ഇത്രയേറെ കണ്ഠങ്ങളിൽ നിന്നുള്ള ആമീൻ എങ്ങനെ തിരസ്കരിക്കപ്പെടാൻ? അതെങ്ങനെ തള്ളപ്പെടാൻ? അതെങ്ങനെ ഒരിക്കലും സ്വീകരിക്കപ്പെടാതെ പോകാൻ? എല്ലാ കണ്ഠങ്ങളും ഒന്നിച്ച ആമീൻ. പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിന്മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട്, യാ മുഹമ്മദ് മുഹമ്മദ് मैं कहता रहा नूर की मोतियों की लड़ी बन गई. നബിയുടെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്നതോടെ പ്രകാശത്തിന്റെ മുത്തുമണികൾ ഇങ്ങനെ രൂപീകരിക്കപ്പെടുകയായി. ആയത്തോं से मिलाता रहे आयते फिर देखे तो नाते नबी बन गई. ആയത്തും തമ്മിൽ ചേർന്നിട്ട് ഞാൻ നോക്കുമ്പോ അത് പുണ്യ നബിയുടെ പ്രശംസയായി പോയി സല്ലല്ലാഹു അലൈഹി വസല്ലം.